വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇനിമേല നീ ഞങ്ങളുടെ കൺവെട്ടത്ത് പോലും വരരുത് എന്നിങ്ങനെ സത്യഭാമ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവും ഭാമയും കൂടി അവിടെ നിന്നും പോരുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് ശാലിനി അങ്ങോട്ട് ആ തിണ്ണയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, എന്ത് വിധിയാണ് മോളെ ഇത്? എങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചാലും നിന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മയും വിഷമിക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ ശ്യാമയോട് തിരക്കുന്നുണ്ട്. സ്കൂളിലെ ഫംഗ്ഷനൊക്കെ 4 മണിക്ക് കഴിയില്ലേ, അല്ലെങ്കിൽ അവർ തീർക്കും. ഇപ്പോൾ സ്കൂൾ കുട്ടികളല്ല ബെല്ലടിക്കാനായിട്ട് നോക്കി നിൽക്കുന്നത്, സ്കൂൾ ജീവനക്കാരും ടീച്ചർമാരും ഒക്കെയാണ്. പിന്നെ എന്താ അവർ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ശ്യാമ പറയുന്നുണ്ട്, അവർ എന്തോ ഗൗരവമായ കാര്യത്തിന് വേറെ എവിടെ പോയിരിക്കാനാണ് സാധ്യത. രോഹിത്തിനെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കാര്യങ്ങൾ പറയാം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ്ടും രോഹിത്തിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല സത്യമൊക്കെ ഉള്ളതല്ലേ, ഇനി ശാലിനിയും കാണും വന്നിട്ട് ഇനി മുമ്പത്തെ പോലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അതാണ് എനിക്ക് പേടി എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് രോഹിത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അന്നേരം അതാണ് വെച്ചാൽ എനിക്കും പേടി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയാണെങ്കിൽ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കാറിൽ നിന്നും ഇറങ്ങുന്ന പപ്പിയാണെങ്കിൽ ഓടി വന്നിട്ട് മുത്തച്ഛാന്നും പറഞ്ഞ് അച്ചച്ചാന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അതിനുശേഷം മൊമെൻ്റോ കാണിക്കുകയാണ്. അന്നേരം നല്ല മോളെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അമ്മ ഇതെങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ രോഹിത്തും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭാമയും വിഷ്ണുവും ആകെ ദേഷ്യത്തിലാണ് അങ്ങോട്ടത്തേക്ക് കയറി വരുന്നത്. വിഷ്ണു ആണെങ്കിൽ ആ വാതിൽക്കൽ നിൽക്കുന്നേ ഉള്ളൂ, അകത്തേക്ക് കയറുന്നില്ല. അന്നേരം എന്താ ഭാമയെ താമസിച്ചത്, സ്കൂളിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ലേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇവള് പറയുമെന്ന് ശ്യാമയെ ചൂണ്ടി പറയുകയാണ്. അന്നേരം ഞാനെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിലും പിന്നെ നുണകൾ പറയാനും സത്യം ഒളിപ്പിച്ചു വെക്കാനും നിന്റെ കുഞ്ഞേച്ചിയും അമ്മയും ഒക്കെ വലിയ മിടുക്കികളാണല്ലോ, കള്ളക്കൂട്ടങ്ങൾ എന്ന് നിന്നെയൊക്കെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ എന്താ സത്യാമ്മ കാര്യം എന്നിങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്കൊന്നും അറിയില്ല അല്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ശാരദാമ്മയും ശാലിനിയും ഒക്കെ ഇങ്ങോട്ട് വഴക്ക് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചൂടാവുന്നുണ്ട്. ഭാമ നീ കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ അവൾ അതിന് സമാധാനം പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അന്നേരം രോഹിത്തെ എന്താ സംഭവം എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ നീ അവനെ കൂട്ടുപിടിക്കുകയെന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് സത്യഭാമ വീണ്ടും വഴക്ക് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പിന്നെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എടാ വിഷ്ണു എന്താ സംഭവം, അത്രയ്ക്ക് നിൻ്റെ അമ്മയെ ദേഷ്യപ്പിടിപ്പിക്കുന്ന എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഭാമ പറയുകയാണ്, ഇന്ന് സ്കൂളിൽ പിന്നെ സത്യയുടെ അവാർഡ് വാങ്ങിക്കാനും പിന്നെ വന്നത് ആരാണെന്ന് അറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ നോക്കുമ്പോൾ സത്യയുടെ അച്ഛൻ അക്ഷയ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ശ്യാമയും രാഘവൻ നായരും ഇങ്ങനെ അന്തം വിടുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അവനാണ് വന്നത്, അവൻ വന്ന് നിൻ്റെ കുഞ്ഞേച്ചി ഡൽഹിയിൽ IAS ട്രെയിനിങ് എന്ന് പറഞ്ഞ് പോയത് പിന്നെ അവൻ്റെ ഒടൊപ്പമായിരുന്നു അല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ IAS ട്രെയിനിങ്ങിന് പോയിട്ടില്ലെന്നോ അതോ അവനോടൊപ്പം പോയിട്ടില്ലെന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായരൊക്കെ പറയാൻ തുടങ്ങുമ്പോഴും ഭാമയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഭാമ പറയുകയാണ്, ഭാമ വീണ്ടും അങ്ങോട്ട് ശ്യാമയോട് ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശ്യാമ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ കുഞ്ഞേച്ചിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, വിഷ്ണുവേട്ടനോടല്ലാതെ വേറെ ആരോടും കുഞ്ഞേച്ചിക്ക് ഒരു ബന്ധമില്ല, അത് എവിടെയും തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് മുന്നേ ശ്യാമ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ രോഹിത്തെ മുഖം അടച്ചെന്ന് കൊടുക്കടാന്ന് ഭാമ പറയുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണുവേട്ടനോടല്ലാതെ വേറെ ആരോടും കുഞ്ഞേച്ചിക്ക് ഒരു ബന്ധവുമില്ല എന്നിങ്ങനെ പറയുമ്പോഴും മുഖത്ത് നോക്കി നുണ പറയുന്നോടി എന്നും പറഞ്ഞ് ശ്യാമയുടെ കരണം നോക്കി സത്യഭാമ ഒന്നങ്ങോട്ട് പൊട്ടിക്കുന്നത്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലും കലിപ്പിലും ഒക്കെ അവിടെ നിൽക്കുകയാണ്. രാഘവൻ നായർക്ക് സംഭവം കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ട് ശ്യാമ അടിച്ചത് രാഘവൻ നായർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷെ രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. രോഹിത് പറയുന്നുണ്ട്, പിന്നെ ശ്യാമെ പിന്നെ ഈ അക്ഷയ് എന്ന് പറയുന്ന ആൾ വന്നതും അവാർഡ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും അതിനുശേഷം സത്യയും കൂട്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യ അച്ഛനാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ നീ ഇവിടെ വെറുതെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിഷ്ണുവേട്ടനെ മാത്രമാണ് എൻ്റെ കുഞ്ഞേച്ചി മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, കുഞ്ഞേച്ചി തെറ്റുകാരിയല്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായരും ചോദിക്കുകയാണ്, മോളെ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടോ, നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല, നിങ്ങളെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ കുഞ്ഞേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല, വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ടു കിടന്ന് ജീവിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഒരു കുഞ്ഞേച്ചി അവളെ ശാരദാമ്മയെ പിന്നെ 2 മക്കളെ നുണ പറയാനല്ലേ അങ്ങോട്ട് പഠിപ്പിച്ചിരിക്കുന്നത്, ആ കള്ളക്കൂട്ടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന മക്കളല്ലേ, അപ്പോൾ ഇതിനപ്പുറവും പറയും എന്ന് പറഞ്ഞിങ്ങനെ പിന്നെ ശ്യാമയോട് നിനക്ക് കിട്ടിയതൊന്നും പോരെ അവളുടെ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് അടിക്കാനൊക്കെ കൈ ഓങ്ങുന്നുണ്ട്. തുടർന്ന് ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് എന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും അങ്ങോട്ട് പറയാനായിട്ട്
ഭാമ പറയുകയാണ്, എനിക്കിതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും കള്ളം ഒളിപ്പിക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ നടന്ന ഇത്രയും വലിയ സത്യങ്ങൾ നിനക്ക് അറിയില്ലല്ലേ, നീ വെറുതെ കള്ളം പറയുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് സത്യയുടെ അച്ഛൻ എന്നും പറഞ്ഞ ഒരാൾ വന്നു, നാളെ ഇനി പപ്പിയുടെ അച്ഛൻ എന്നും പറഞ്ഞ ആരെങ്കിലും വരുവോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യാമ്മേ എന്നിങ്ങനെ ശ്യാമ വിളിക്കുകയാണ്. പക്ഷെ അത് രോഹിത്തിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രാഘവൻ നായർ എന്നൊക്കെ ആക്കിയാണ്. അവിടെ ബൈക്കിലാണ് വന്നതെങ്കിൽ ഇവിടെ ചിലപ്പോൾ കാറിലായിരിക്കും വന്ന് നിൽക്കുന്നത്. രോഹിത്തെ, നീ ഒന്ന് സൂക്ഷിച്ചോ, ഇതിനെയൊന്നും കള്ളക്കൂട്ടങ്ങളാണ്, വിശ്വസിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം സത്യാമ്മ അങ്ങനെയൊന്നും അല്ല, കുഞ്ഞേച്ചി തെറ്റുകാരിയല്ല, കുഞ്ഞേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി കുഞ്ഞേച്ചിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ വളരെ ഒരു കുഞ്ഞേച്ചി ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാകാതെ, ഞാൻ അറിയാതെ ഇനി നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത്, മനസ്സിലായോ എന്നും പറഞ്ഞിട്ട് ശ്യാമ ഒരു ഒറ്റ തള്ളം അങ്ങോട്ട് തള്ളിയിട്ട് സത്യഭാമയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ശ്യാമയെ അടിച്ചിട്ടും ഇത്രയേറെ ശാരദാമ്മയും ശാലിനിയെയും ശ്യാമയും ഒക്കെ ഇത്രയും ആ ഒരു അപമര്യാദയായിട്ടൊക്കെ സത്യഭാമ സംസാരിച്ചിട്ടും പിന്നെ വിഷ്ണു ഒരു അക്ഷരമിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പപ്പി അവിടെ ഇല്ല. പപ്പി ആദ്യമേ വന്നപ്പോഴേ പൊന്നിയോട് ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് മൊമെൻ്റ് കാണിച്ച ശേഷം അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. തുടർന്ന് ശ്യാമയാണെങ്കിൽ ഓടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ സംശയിച്ചാലും വിഷ്ണുവേട്ടൻ എൻ്റെ കുഞ്ഞേച്ചി സംശയിക്കരുത്, വിഷ്ണുവേട്ടനെ മാത്രമാണ് കുഞ്ഞേച്ചി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, വിഷ്ണുവേട്ടനെ അല്ലാതെ കുഞ്ഞേച്ചിയുടെ ഉള്ളിൽ വേറെ ആരുമില്ല, കുഞ്ഞേച്ചിയുടെ മനസ്സ് എല്ലാവരെക്കാളും എനിക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് പിന്നെ വിഷ്ണുവേട്ടൻ്റെ കാല് പിടിച്ച് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കാലൊക്കെ ഇങ്ങനെ പിടിച്ച് ശ്യാമ അങ്ങോട്ട് ഇങ്ങനെ കരഞ്ഞ് പറയുകയാണ്, കുഞ്ഞേച്ചി വെറുക്കരുത്, ഉപേക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ കലി കൊണ്ട് ശ്യാമ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് അങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശരി ഞാൻ വിശ്വസിക്കാം, നിന്റെ കുഞ്ഞേച്ചിയുടെ മനസ്സിൽ എന്നെ മാത്രമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, പക്ഷേ എങ്കിൽ നീ പറ, സത്യയുടെ അച്ഛൻ ആരാണ്, ഇപ്പോൾ വന്നില്ലേ, അവൻ ആരാണ്, അവൻ വരിക മാത്രമല്ല ചെയ്തത്, എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞു, ചടങ്ങിൽ പങ്കെടുത്തു, അവാർഡൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ഇടണം എന്നൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പറയേ, അപ്പോൾ ഈ വന്നവനല്ലേ സത്യയുടെ അച്ഛൻ, അല്ലെങ്കിൽ വന്നവൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ഓലറി ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഞെട്ടി പുറകോട്ടൊക്കെ മാറുന്നുണ്ട്. അന്നേരം ഒരുവിധം ശ്യാമ പറയുന്നുണ്ട്, അത് ഞാൻ അറിയാത്ത എന്തോ ഒരു കാര്യത്തിൽ എന്തൊക്കെ ഒരു ദുരൂഹതയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് തന്നെയായി ഞാൻ പറഞ്ഞു വരുന്നത്, ആ വന്നവനാണ് സത്യയുടെ യഥാർത്ഥ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ നീ നിൻ്റെ അവളോടും കൂടി പറഞ്ഞേക്ക് എന്ന് ശാലിനിയാണ് പറയുന്നത്. അവനും ശാലിനിയും തമ്മിലുള്ള ബന്ധം എന്താ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം പിന്നെ വിഷ്ണു അങ്ങോട്ട് ആകെ ദേഷ്യപ്പെട്ട് ചൂടായി സംസാരിക്കുമ്പോൾ ഈ രോഹിത്തും രാഘവൻ നായരും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അവനല്ല സത്യയുടെ അച്ഛൻ എന്ന് നീ പറയുക, അല്ലെങ്കിൽ ശാലിനി തന്നെയാണോ സത്യയുടെ യഥാർത്ഥ അമ്മ, അത് നീ തെളിയിക്കുക, അങ്ങനെ തെളിയിക്കാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോയി ആ കാറിൽ ഇങ്ങനെ ചാരി അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ വരികയാണ്. ആകെ വിഷമം, ശാലിനി തന്നെ ചതിച്ചു എന്നുള്ളത്. അങ്ങനെ ആകെ വിഷമിച്ച് വിഷ്ണു അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ശ്യാമ രോഹിത്തിനോടും ചെന്ന് പറയുകയാണ്, രോഹിത്ത് എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ പറയുന്നതൊന്നും കേൾക്കാതെ പക്ഷേ രോഹിത്ത് ശ്യാമയെ തള്ളി മാറ്റിയിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം ശ്യാമ ആകെ സങ്കടപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ. പൊന്നി അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം അച്ഛ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ അടുത്തേക്ക് ശ്യാമ ചെല്ലുകയാണ്. അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ, ഇതിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കേണ്ട എന്നൊന്നും അറിയാൻ വയ്യ, ഇതിപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എന്തിനാ ദൈവമേ ഇങ്ങനെ ഇട്ടേക്കുന്നത്, അങ്ങ് എടുത്തുകൂടെ എന്നും പറഞ്ഞിട്ട് രാഘവൻ നായരും അങ്ങനെ തൻ്റെ ജന്മത്തെ പഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രാത്രി ശാലിനിയാണെങ്കിൽ പിന്നെ കുടുംബശ്രീ വീട്ടിൻ്റെ ആ സോപാനത്തിൽ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു പറഞ്ഞ ഓരോ വാക്കും, നീ എന്നെ കള്ളങ്ങൾ പറഞ്ഞ് ചതിക്കുകയായിരുന്നല്ലേ, നല്ല സ്ത്രീകൾക്ക് ചേർന്നല്ല ഇത്, മോളോട് പറഞ്ഞു കൊടുത്തേക്കെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറഞ്ഞത് ഓർമ്മിച്ച് ശാലിനി അങ്ങ് ആകപ്പാടെ കരയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, സത്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്, പക്ഷേ അത് എന്താണെന്ന് അറിയാനൊന്നും നിൽക്കാതെ വിഷ്ണുവേട്ടൻ ഓരോന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറ്റമാണ് എന്നിൽ ആരോപിച്ചിരിക്കുന്നത്. വിഷ്ണുവേട്ടൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ കാതുകളിലല്ല ഹൃദയത്തിലാണ് തറച്ചിരിക്കുന്നത്, അകന്നിരുന്നാൽ നമ്മുടെ മനസ്സുകൾ ഒരേപോലെയാണ് എന്നുള്ളതാണ് വിഷ്ണുവേട്ടൻ ഇപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തെളിയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയും കരയുന്നുണ്ട്. അഗ്നിപരീക്ഷയിലൂടെ സത്യം തെളിയിക്കാനായിട്ട് ഞാൻ ജനകപുത്രിയൊന്നും അല്ല, സാധാരണ ഒരു സ്ത്രീയാണെന്നും പറഞ്ഞ് ശാലിനി അവിടെ ഇരുന്ന് അങ്ങ് ഒട്ടി കരയുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ ശാലിനിയെ തിരക്കി വരുന്നുണ്ട്.
തുടർന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തൊരു ഇരിപ്പാണ് മോളെ ഇത്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ, വന്നിരുന്നാൽ മതിയോ അമ്മ, എന്തെങ്കിലും ഇറങ്ങണ്ടേ, ഞാൻ ആകെ വിറങ്ങലിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, വന്നിരുന്നാൽ ഒരു വറ്റു പോലും ഇറങ്ങില്ല, ഇതൊക്കെ എല്ലാ ആണുങ്ങളും സ്വാർത്ഥരാണോ അമ്മ, ഈ സത്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഒരുപാട് അനുഭവങ്ങളൊന്നും ഇല്ല എങ്കിലും പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നീ ചോദിച്ചില്ലേ എല്ലാവരും സ്വാർത്ഥരാണോ എന്നുള്ളത്, പക്ഷെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു ചെറിയ കനൽ വീണ് കഴിഞ്ഞാൽ അത് നമ്മളെ നീറി പിന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു കനൽ വിഷ്ണുവിൻ്റെ മനസ്സിൽ വീണിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ അകത്ത് സത്യമാണെങ്കിൽ അച്ഛനെ വിളിക്കാനുള്ള ശ്രമത്തിലാണ്, കിട്ടുന്നില്ലല്ലോ, ഏത് സമയം അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ഈ കുട്ടിയാണെങ്കിൽ ആ പപ്പി വിളിച്ച നമ്പറിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ എന്ന്. അന്നേരം ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ, ശ്യാമയുടെ ജീവിതം കൈവിട്ടു പോകാതിരിക്കാനും സത്യയുടെ മനസ്സ് കൈവിട്ടു പോകാതിരിക്കാനും വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ ഇതെല്ലാം എനിക്ക് തന്നെ തിരിച്ചടിയായല്ലോ എന്നും പറഞ്ഞ് ശാലിനിയും കരയുന്നുണ്ട്. പക്ഷേ ഒരു അവസാന ശ്രമം എന്നോണം ഒരു ശ്രമം കൂടി ഞാൻ ചെയ്തു നോക്കും എന്നിങ്ങനെ പറഞ്ഞങ്ങ് ശാലിനി അങ്ങ് കരയുമ്പോൾ ശാരദാമ്മ ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം ശാരദാമ്മയോട് ചേർന്ന് ശാലിനി അങ്ങ് കരയുന്നുണ്ട്. ഇതേസമയം സത്യമാണെങ്കിൽ ഫോണൊക്കെ അങ്ങോട്ട് നീക്കി എറിയുകയാണ്, അച്ഛനെ കിട്ടാത്തതില്ല. ഇതേസമയം വിഷ്ണുവും അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അന്നേരം ആരായിരിക്കും വന്നത്, പിന്നെ സത്യയുടെ അച്ഛൻ എന്നും പറഞ്ഞ് വന്നത്, ഇതുവരെ ഞാൻ എന്താണ് നടക്കരുത് എന്ന് പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡൽഹിയിൽ IAS ട്രെയിനിങ്ങിന് ഉണ്ടായ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ, അതോ ഇനി ശാലിനിയുടെ കഥകളൊക്കെ കേട്ടിട്ട് സഹതാപം തോന്നി വന്ന ആരെങ്കിലും ആണോ, ആരായാലും അതാണ് സത്യയുടെ അച്ഛൻ. ഇതുവരെയുള്ള എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അത്. എന്തായാലും അത് ആരാണെന്ന് അറിയണം, അവർ തമ്മിൽ ഒരുമിച്ചിട്ടായിരുന്നോ, ഡൽഹിയിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. വിഷ്ണു കരയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തായാലും അത് അറിയുക തന്നെ വേണം. പിന്നെ ഞാൻ ശാലിനി താൻ എന്നിൽ നിന്നും അകന്നു പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഒരിക്കലും തന്നെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ വിശ്വാസമാണ്, ഈ ഒരു ശക്തിക്കും എൻ്റെ മനസ്സിൽ നിന്നും തന്നെ അടർത്തി മാറ്റാനായിട്ട് കഴിയില്ല എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷ്ണു ഇരിക്കുകയാണ്. അന്നേരവും വിഷ്ണുവിന് ശാലിനി ഒരു വിശ്വാസമുണ്ട്, ശാലിനി തന്നെ ചതിക്കില്ല എന്നുള്ളത്. പക്ഷേ കൺമുന്നിൽ കണ്ടതും സത്യയുടെ അച്ഛനാണ് എന്നും പറഞ്ഞ് വന്നല്ലോ, അപ്പോൾ ആരാണ് അയാളെന്ന് അന്വേഷിച്ചറിയാനുള്ള ഒരു ശ്രമത്തിലാണ് വിഷ്ണു ഇരിക്കുന്നത്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് സത്യമാണെങ്കിൽ ഈ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ വീണ്ടും അങ്ങോട്ട് ബഹളം ഉണ്ടാക്കും. അന്നേരം വീണ്ടും ഈ ശാലിനി ആണെങ്കിൽ ഈ വേഷം കെട്ടി വരും. അന്നേരം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ സത്യ തന്നെ വിളിച്ചു പറയും, വിഷ്ണുവിനെ വിളിച്ചു പറയും, എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, വന്നാൽ കാണാമെന്നുള്ളത്. അന്നേരം അവിടേക്ക് സത്യഭാമയും വിഷ്ണുവും കൂടി വരും. പിന്നീട് അവിടെയും ഒരു ആകപ്പാടെ ഒരു സീനൊക്കെ ഉണ്ടാകും. അതും ശാലിനിക്ക് തിരിച്ചടിയായി തന്നെ വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.